Friends, in this session we are discussing about matched filter. So what is matched filter? Usually matched filters are used in the receiver side. Usually it is a part of the correlation receiver. So let us see the definition. Matched filter is the optimal linear filter for maximizing the signal to noise ratio in the presence of additive stochastic noise or white noise. So matched filter is a linear filter. Linear filter means that for a time varying input it will produce a linear output, okay? And it is used for maximizing the signal to noise ratio in the receiver side, whether if there is a presence of white noise or additive stochastic noise. നമ്മൾ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചാനലിലൂടെ തന്നെ പോയി റിസീവർ സൈഡിൽ റിസീവ് ചെയ്യും അല്ലേ. കറക്റ്റായിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോയ്സ് എല്ലാം ഒഴിവാക്കപ്പെടണം. അപ്പം എന്തായാലും നോയ്സ് ചാനലിലൂടെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നോയ്സിൻ്റെ പ്രസൻസിലും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഹൈ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സിഗ്നലിനെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഹൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലീനിയർ ഫിൽട്ടറാണ് എന്ത് മാച്ച്ഡ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് യൂഷ്വലി കോറിലേഷൻ റിസീവേഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സ്റ്റഡിയിൽ നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് നോക്കുന്നത് മാച്ച്ഡ് ഫിൽട്ടറിൻ്റെ. ഓക്കെ, ലെറ്റ് us see. Consider a linear filter with impulse response hi of t with the received signal x of t as the input. The resulting filter output yi of t is given by the convolution of x of t and hi of t. നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലൊക്കെ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഒരു ഇൻപുട്ട് എക്സ് ഓഫ് ടി ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് വൈ ഓഫ് ടി ആയിരിക്കും ഒറിജിനൽ ഔട്ട്പുട്ട്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരുപാട് ഔട്ട്പുട്ട് കമ്പണൻസ് ചേർന്നിട്ടാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ വൈ ഐ ഓഫ് ടി എന്ന് പറയുന്നതാണ് അതായത് ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് ലീനിയർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ലീനിയർ ഫിൽട്ടറിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് എച്ച് ഐ ഓഫ് ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഔട്ട്പുട്ട് സൈഡ്, അതായത് റിസീവർ സൈഡിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്, റിസീവർ സൈഡ് റിസീവ് ചെയ്യേണ്ടതും എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ ആ എക്സ് ഓഫ് ടി കറക്റ്റായിട്ട് നോയ്സിൻ്റെ പ്രസൻസിലും കറക്റ്റ് ഹൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈപ്പ് ലീനിയർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ലീനിയർ ഫിൽട്ടറിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് എച്ച് ഐ ഓഫ് ടി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഫിൽട്ടർ ഔട്ട്പുട്ടാണ് വൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പണ്ടേ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു എന്ത് ഫിൽട്ടർ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടിൻ്റെയും അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെയും കൺവല്യൂഷൻ വഴി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മൾ എസ് എസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് ദി കൺവല്യൂഷൻ ഓഫ് എക്സ് ഓഫ് ടി ആൻഡ് എച്ച് ഐ ഓഫ് ടി. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ വൈ ഐ ഓഫ് ടി. സി ഹിയർ, യു ക്യാൻ സി ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഐ വി ആർ യൂസിങ് ദി നൊട്ടേഷൻ എൽ. So we are using the notation y1 of t is equal to integral minus infinity to plus infinity x of del hi of t minus del into d del. So this is the convolution equation. നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിലർ എക്സ് ഓഫ് ടോ എന്ന് യൂസ് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന y1 of t എന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുന്ന, ഒരു ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ യൂസ് ചെയ്യുന്ന, റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു ലീനിയർ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് y1 of t എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എക്സ് ഓഫ് ഡെൽ, ഇൻപുട്ട് സിഗ്നൽ ഇൻറ്റു എച്ച് ഐ ഓഫ് ടി മൈനസ് ഡെൽ ഇൻറ്റു ഡി ഓഫ് ഡെൽ എന്നാണ് പറയുന്നത്. എച്ച് ഐ ഓഫ് ടി മൈനസ് ഡെൽ എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആണ് അല്ലേ. എച്ച് ഐ ഓഫ് ടി എന്ന് പറയുന്നതാണ് ഇമ്പൾസ് റെസ്പോൺസ്, ടി മൈനസ് ഡെൽ എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ അതാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത ഇമ്പൾസ് റെസ്പോൺസും അതുപോലെ തന്നെ ഇൻപുട്ടും തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ അതേസമയം സമ്മേഷൻ എടുക്കുകയും ചെയ്യുമ്പോഴാണ് കൺവല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി ഫിൽറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം. എച്ച് ഐ ഓഫ് എൽ എന്ന് പറയുന്നത് ഓർത്തോ നോർമൽ ഫംഗ്ഷൻ്റെ ബേസിസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എച്ച് ഐ ഓഫ് എൽ എന്ന് പറയുന്നത് ഫൈ ഐ ഓഫ് ടി മൈനസ് എൽ എന്ന് എഴുതാം. ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി ഫിൽറ്റർ ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഓർത്തോ നോർമൽ ഫംഗ്ഷൻസ്. എച്ച് ഐ ഓഫ് എൽ ഈസ് ഈക്വൽ ടു ഫൈ ഐ ഓഫ് ടി മൈനസ് എൽ. വാട്ട് ഈസ് ടി? ടി ഈസ് ദി സിമ്പിൾ ഡ്യൂറേഷൻ ആൻഡ് എച്ച് ഐ ഓഫ് ടി ഈസ് ടൈം റിവേഴ്സ്ഡ് ആൻഡ് ഡിലൈഡ് വേർഷൻ ഓഫ് ദി ഫംഗ്ഷൻ ഫൈ ഐ ഓഫ് ടി. അതായത് ഈ ഇക്വേഷൻ പ്രകാരം എച്ച് ഐ ഓഫ് എൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എച്ച് ഐ ഓഫ് ടി എന്നായിരിക്കും, അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. എച്ച് ഐ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, എച്ച് ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഓർത്തോനോർമൽ ഫംഗ്ഷൻ്റെ ഡിലേഡും റിവേഴ്സ്ഡ് വേർഷനാണ്
എന്ത് അത് ഫൈ ഐ ഓഫ് ടി എന്നുള്ള സിഗ്നലിൽ ഡിലേഡ് ആൻഡ് റിവേഴ്സ്ഡ് വേർഷനാണ് എച്ച് ഐ ഓഫ് ടി എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ, നേരത്തെ തന്ന ഇക്വേഷൻ 3.1, നെക്സ്റ്റ് ഇക്വേഷൻ 3.2. മേക്കിംഗ് യൂസ് ഓഫ് ഇക്വേഷൻ 3.1 ആൻഡ് 3.2 ദി ഫിൽട്ടർ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ബൈ, അതായത് ഈ ഒരു എച്ച് ഐ ഓഫ് ടി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് വരെ ഫൈ ഐ ഓഫ് ടി മൈനസ് ടി, ക്യാപിറ്റൽ ടി മൈനസ് സ്മോൾ ടി എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫൈ ഐ ഓഫ് ടിയിൽ എന്തുണ്ട്, എച്ച് ഐ ഓഫ് ടി മൈനസ് ഡെല്ലില്ല. അപ്പോൾ ഈ ടിക്ക് പകരം നമുക്ക് എച്ച് ഐ ഓഫ് ടിക്ക് പകരം എന്ത് കൊടുക്കാം, ഫൈ ഐൻ്റെ ഫംഗ്ഷനായിട്ട് ഓർത്തോനോർമൽ ഫംഗ്ഷൻ്റെ ബേസിൽ എഴുതാം അല്ലേ. ഫൈ ഐ ഓഫ് ടിക്ക് പകരം എന്ത് കൊടുക്കണം, ടി മൈനസ് ഡെൽ എന്ന് കൊടുക്കണം. ഓക്കെ, ടി മൈനസ് സ്മോൾ ടിക്ക് പകരം ഫൈ ഐ ഓഫ് ടി മൈനസ് എൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഫൈ ഐ ഓഫ് ടി എന്ന് അല്ലെങ്കിൽ ബൈ വൺ ഓഫ് ടി, ഫൈ അല്ലേ ബൈ വൺ ഓഫ് ടി എന്ന് പറയും ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ഡെൽ ഇൻറ്റു ഫൈ ഐ ഓഫ് അവിടെ എന്തായിരുന്നു, ഇവിടെ എച്ച് വൺ ഓഫ് ടി എന്ന് പറയുന്നത് ഫൈ വൺ ഓഫ് ടി മൈനസ് ടി എന്ന് പറയുന്നത് അല്ലേ, അല്ല ഫൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ടിക്ക് പകരം എന്താണ്, അവിടെയുള്ള വാരിയബിളിന് പകരം ടി മൈനസ് ഡെൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അതേപോലെ നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്ത് വരും, ഫൈ ഐ ഓഫ് ടി മൈനസ്, ഇവിടെയുള്ള വേരിയബിൾ എന്താണ്, ടിക്ക് പകരം എന്ത് കൊടുക്കണം, ടി മൈനസ് ഡെൽ എന്നാണ് പറയുന്നത് അല്ലേ, ടി മൈനസ് ഡെൽ എന്ന് കൊടുക്കണം. ഓക്കെ, ഫൈ വൺ ഓഫ് എച്ച് ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഫൈ ഐ ഓഫ് ടി മൈനസ് ടി ആണ്. അപ്പോൾ ഇവിടെയുള്ള വാരിയബിൾ എന്താണ്, ടി ആണ് അല്ലേ. അപ്പോൾ ഈ ടിക്ക് പകരം എന്താണോ വരുന്നത്, ടിക്ക് പകരം ഈ ഈക്വേഷനിൽ എന്താ വരുന്നത്, ടി മൈനസ് ഡെൽ എന്നാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫൈ ഐ ഓഫ് ടി മൈനസ് ടിക്ക് പകരം എന്ത് കൊടുക്കണം, ടി മൈനസ് ഡെൽ എന്ന് കൊടുക്കണം, എന്നിട്ട് ഡി ഡെൽ എന്ന് വരും. അപ്പോൾ ഫൈ വൺ ഓഫ് ടി ഓർ ഫൈ ഐ ഓഫ് ടി ഈക്വൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ഡെൽറ്റ ഇൻറ്റു ഫൈ ഐ ഓഫ് ടി മൈനസ് ടി പ്ലസ് ഡെൽ ഇൻറ്റു ഡി ഡെൽ. ജസ്റ്റ് ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൈനസ് എടുക്കുമ്പോൾ വരുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ നൗ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. നൗ വി ആർ മേക്കിംഗ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ടി ഈക്വൽ ടു ടി ഇൻ ദി അബോവ് ഇക്വേഷൻ, അതായത് വൈ ഐ ഓഫ് ടി ഈക്വൽ ടു വെനെവർ ടി ബിക്കം ഈക്വൽ ടു ടി വി ക്യാൻ നൊട്ടേറ്റ് ഇറ്റ് എസ് വൈ ഐ ഓഫ് ക്യാപിറ്റൽ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. Instead of t, when we are giving instead of t we are giving small t, we are giving capital T. So when we are making such substitutions, we are changing the variable of integration, that is here instead of small t we are giving capital T. Okay, so t minus t become 0, so this will become phi I of del. So the integral become x of del into phi I of del into d del, and we can change this since we are making a substitution like t equal to capital T, small t equal to capital T, we are changing the variable of integration. So the equation will become integral minus infinity to plus infinity x of, instead of del we are using here tau, എക്സ് ഓഫ് ടോ ഇൻറ്റു ഫൈ ഐ ഓഫ് ടോ ഇൻറ്റു ഡി ടോ. അതായത് നമ്മൾ ടി ഈക്വൽ ടു സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. അപ്പോൾ അതിൽ ആ ഇക്വേഷൻ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ മാറ്റുന്നത്, അല്ലാതെ വേറൊരു സിഗ്നിഫിക്കൻസ് അതിനില്ല. അപ്പോൾ വൈ ഐ ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു ഫൈ ഐ ഓഫ് ടോ ഇൻറ്റു ഡി ടോ എന്നുള്ള ഇക്വേഷനായിട്ട് മാറും. സോ ഹിയർ ഫൈ ഐ ഓഫ് ടോ എന്ന ഓർത്തോനോമൽ ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീറോയ്ക്കും ടിക്കും ഇടയിൽ, ക്യാപിറ്റൽ ടിക്കും ഇടയിൽ മാത്രമേ ഫൈ ഐ ഓഫ് ടിക്ക് വാല്യൂ ഉള്ളൂ. അതിൻ്റെ ഔട്ട്സൈഡിൽ എന്തായിരിക്കും, ഫൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ എന്തിനാണ് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എന്താണ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് അല്ലേ. അപ്പോൾ ഈ ഫൈ ഐ ഓഫ് ടി ടോ എന്നുള്ള ഫംഗ്ഷന് വാല്യൂ എവിടുന്ന് മുതൽ എവിടം വരെയുള്ളൂ, 0 ടു ക്യാപിറ്റൽ ടി വരെയുള്ളൂ. ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റിനുള്ളിൽ മാത്രമേ ഈ ഫംഗ്ഷന് നിലനിൽപ്പുള്ളൂ അല്ലേ. എന്താണ്, ബാക്കിയുള്ള വാല്യൂസിലെല്ലാം ഫൈ ഐ ഓഫ് ടി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, വൈ ഐ ഓഫ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to capital T x of tau into phi I of tau into d tau, which is same as that of the correlator output. So correlator output in the equation ആണ് നമ്മൾ correlator output in the equation എടുക്കുമ്പോൾ output equation y I of capital T equal to integral 0 to t x of tau into phi I of tau into d tau. അതായത് correlator output എന്തായിരിക്കും, ഓർത്തോ നോർമൽ ഫംഗ്ഷൻ്റെ ടേമിലാണ് നമ്മൾ കോറിലേറ്റർ ഔട്ട്പുട്ട് യൂസ് ചെയ്യാതെ. അതിൽ എന്തൊക്കെയാണ് കോറിലേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് കൊണ്ട് അതുപോലെ തന്നെ ഓർത്തോനോമൽ ഫംഗ്ഷൻസ്, ഡിഫറെൻറ്റ് ഓർത്തോനോമൽ ഫംഗ്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ലീനിയർ ഫിൽട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കോറിലേറ്റർ ഔട്ട്പുട്ടിന് സിമിലർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിന് ഇതിന് പകരം എന്ത് കൊടുക്കാം, വൈ ഐ ഓഫ് ടിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താൽ എക്സ് ഐ, ഒരു ലീനിയർ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എക്സ് ഐ ആണെന്ന് വിചാരിക്കും. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു ഫൈ ഐ ഓഫ് ടോ ഇൻറ്റു ഡി ടോ.
സോ നമുക്ക് y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഐ എന്ന് ജസ്റ്റ് നൊട്ടേഷൻ കൊടുത്തേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ റിസീവർ സൈഡിൽ നമ്മൾ എന്തിനാണ് ഈ ലീനിയർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലേ ആ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്, ലീനിയർ ഫിൽറ്റർ, അതായത് മാച്ച്ഡ് ഫിൽറ്റർ എന്നാണ് പറയുക. അപ്പോൾ റിസീവ്ഡ് സിഗ്നൽ എക്സ് ഓഫ് ടി ആണെങ്കിൽ ഒരു മാച്ച്ഡ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റിസീവ്ഡ് സിഗ്നലിൽ നോയ്സിൻ്റെ പ്രസൻസിലും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് y ഓഫ് ടി എന്നുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് പറയും? എക്സ് ഐ ആണെന്ന് പറയാം. അതായത് നമ്മൾ ഈ അയക്കുന്ന സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്, റിസീവ് ചെയ്യുന്ന സിഗ്നലും എക്സ് ഓഫ് ടി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഓരോ സാമ്പിൾസ് ആയിട്ടാണ് അയക്കുക അല്ലേ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് വെക്ടർ കമ്പണൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു വെക്ടർ കമ്പണൻ്റ് ആണ് എന്ത്? എക്സ് ഐ എന്ന് പറയുന്നത്. സോ വേർ എക്സ് ഐ ഈസ് ദി കോറിലേറ്റർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി റിസീവ്ഡ് സിഗ്നൽ എക്സ് ഓഫ് ടി using a bank of n filters with impulse response hi of t and hi of t value is phi I of t minus tau. It is possible to get n component of observation vector x, namely xi equal to 1 to etc. up to n, which can get the estimate of the ith transmitted symbol mi. The filter whose impulse response is the time reversed and delayed version of its input signal is known as filter matched to phi I of t. സോ എന്താ ഇവിടെ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് വെച്ചാൽ നമ്മളൊരു സിഗ്നൽ എക്സ് ഓഫ് ടി സെൻഡ് ചെയ്യുകയാണെങ്കിൽ റിസീവർ സൈഡിൽ എക്സ് ഓഫ് ടി റിസീവ് ചെയ്യണം, പക്ഷേ നോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലീനിയർ ഫിൽറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സാമ്പിൾസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ റിസീവ് ചെയ്യുന്ന സിഗ്നൽസിൻ്റെ അകത്തും ഓരോ സിഗ്നൽ കമ്പണൻ്റ് എന്ന് പറയുന്ന സിഗ്നൽ വെക്ടറായിട്ട് നമുക്ക് റിസീവ് ചെയ്യാം. അതായത് നമ്മൾ റിസീവർ സൈഡിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഡിഫറെൻറ്റ് മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ കോമ്പിനേഷനിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ ഓരോ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റിസീവ്ഡ് വെക്ടർ കിട്ടും. അതിനാണ് x1 x2 എക്സെട്രാ അപ് ടു xn ജനറൽ നൊട്ടേഷനായിട്ട് xi എന്ന് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഓരോ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് hi ഓഫ് ടി ആണ്. അതായത് ഒന്നാമത്തേത് h1 ഓഫ് ടി, രണ്ടാമത്തെ h2 ഓഫ് ടി, ലാസ്റ്റിലത്തെ hn ഓഫ് ടി ആണ്. അപ്പോൾ ഓരോ hi ഓഫ് ടീനെ എങ്ങനെ നമുക്ക് എഴുതാം? phi I ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി മൈനസ് ടി എന്ന് എഴുതാം. ഇതാണ് ആ ലീനിയർ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ലീനിയർ ഫിൽറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ സിഗ്നലിൻ്റെ ഓരോ സാമ്പിളിൻ്റെ വെക്ടർ കമ്പണൻ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് മാച്ച്ഡ് ഫിൽറ്ററിൽ പറയുന്നത്. അപ്പോൾ എ ഫിൽറ്റർ ഹൂസ് ഇമ്പൾസ് റെസ്പോൺസ് ഈസ് എ ടൈം റിവേഴ്സ്ഡ് ആൻഡ് ഡിലേഡ് വേർഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് സിഗ്നൽ ഈസ് നോൺ ആസ് എ ഫിൽറ്റർ മാച്ച്ഡ് ടു phi I ഓഫ് ടി. ആൻഡ് ദി ഒപ്റ്റിമം ഡിറ്റക്ടർ യൂസിങ് എ മാച്ച്ഡ് ഫിൽറ്റർ ഈസ് കോൾഡ് മാച്ച്ഡ് ഫിൽറ്റർ റിസീവർ. സോ ഏത് റിസീവറാണോ മാച്ച്ഡ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ആ ടൈപ്പ് റിസീവറിന് എന്താണ് പറയുക? മാച്ച്ഡ് ഫിൽറ്റർ റിസീവർ എന്നാണ് പറയുക. ദി മാച്ച്ഡ് ഫിൽറ്റർ to be physically realizable, it must be causal, that is impulse response hi of t must be 0 for t less than 0. So matched filter നമുക്ക് ഒരു റിസീവർ സൈഡിൽ ഉണ്ടാവണമെങ്കിൽ സിസ്റ്റം എന്തായിരിക്കണം? ആ ഒരു റിസീവർ എന്നൊരു കോസലായിരിക്കണം. കോസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ t ലെസ് ദാൻ 0 ആകുമ്പോൾ 0 ആയിരിക്കണം. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് മാച്ച്ഡ് ഫിൽറ്റർ ഫിസിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, this causality condition is automatically satisfied since phi I of t is 0 outside the interval 0 less than t less than capital T. Okay, സോ ഇത് എന്താണ്? നമ്മൾ മാച്ച്ഡ് ഫിൽറ്ററിന് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ബേസിസിൽ പറയുകയാണ്, അതുപോലെ തന്നെ ഓർത്തോനോമൽ ഫംഗ്ഷൻ്റെ ബേസിസിനെയും വെച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? മാച്ച്ഡ് ഫിൽറ്റർ പൊതുവേ നമ്മൾ കോറിലേഷൻ റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്നതാണ്, ഓർത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ ക്യാൻ ബി represented like this. See, non signal is represented by phi of t. It is an orthonormal signal and it is added to white noise when it is transmitted through the channel. The signal x of t along with the white noise is received at the receiver side. So in order to improve the signal to noise ratio, we are using linear filter with impulse response h of t. So it will give an output of y of t. And we will sample this signal at time t equal to capital T. So we will obtain the sampled signal at the time duration t as y of capital T. Okay, see, നമുക്ക് matched filter representation to get vector x from received signal x of t is shown in the figure, and here actually it represents the matched filter structure, and here we are receiving the signal x of t, and this x of t is passed through different filter with different filter responses. So each and every vector component of this signal will be obtained here. So it is represented as observation vector. അതായത് x of t എന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നോയ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഡിഫറെൻറ്റ് ഫിൽറ്റർ, അതായത് മാച്ച്ഡ് ഫിൽറ്റർ കോമ്പണൻറ്റിലൂടെ ഡിഫറെൻറ്റ് റെസ്പോൺസുള്ള ഫിൽറ്റേഴ്സിലൂടെ നമ്മൾ ലീനിയർ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ആ പാസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിനെ സാമ്പിൾ ചെയ്തെടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് വെക്ടേഴ്സ് നമുക്ക് കിട്ടും. അതിനാണ് എന്താ ഒബ്സർവേഷൻ വെക്ടർ. ഇതാണ് മാച്ച്ഡ് ഫിൽട്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മാച്ച്ഡ് ഫിൽട്ടർ. ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വി വിൽ ഫൈൻഡ് ഔട്ട് ദി ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ദി മാച്ച്ഡ് ഫിൽട്ടർ. ഓക്കെ.